നമ്മളെ ദേശീയപാതയുടെ വീഡിയോസ് നമുക്കിന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോഹ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന വടകരയിലെയും പയ്യോളിയിലെയും സ്ഥാപനമാണ്. വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സ്റ്റീൽ വിൻഡോസുകൾ വേണമെങ്കിൽ ഈ സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവിലാണുള്ളത്. ചെങ്ങോട്ടുകാവിലെ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ചെങ്ങോട്ടുകാവ് ഫ്ലൈ ഓവറിനൊക്കെ നേരത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായതാണ്. ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. വൺ സൈഡിൽ കൊയിലാണ്ടി ഭാഗത്തുള്ള വൺ സൈഡിൽ ഓൾറെഡി അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി നമ്മൾ കണ്ടു. ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുള്ള വെങ്ങളം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടെയൊക്കെ മണ്ണ് ഓൾറെഡി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മുക്കം ആ ഒരു ഭാഗത്ത് നിന്നാണ് തോന്നുന്നു മണ്ണ് കൊണ്ടുവരുന്നത്. എന്നാൽ അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പഴയ ദേശീയപാത നമുക്ക് കാണാൻ സാധിക്കും. പഴയ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ട് നല്ല രീതിയിൽ ടേണിങ്ങുകളൊക്കെ നിവർത്തിക്കൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഏതാണ്ട് 100-200 മീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ ദേശീയപാതയിലേക്ക് നമ്മളെ പുതിയ ദേശീയപാത കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേമഞ്ചേരി ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ട് മുന്നേ ഉള്ള ഒരു പ്രദേശമാണ്. ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ വെങ്ങളം ഭാഗം വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേശീയപാതയിലെ ചെറിയ രീതിയിലെ ടേണിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേ സ്ഥാനത്ത് ഇന്ത്യൻ റെയിൽവേ എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നേർരേഖയായിട്ടാണ് കടന്നു പോകുന്നത് എന്ന് ഡ്രോൺ ഷൂട്ടിലെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വളവ് പോലും ഇല്ലാതെ വളരെ കൃത്യമായി ആരോ വരച്ച വര പോലെയാണ് സത്യത്തിൽ നമ്മളെ ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ പാളങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെങ്ങോട്ടുകാവ് വെങ്ങളം ദേശീയപാതയിൽ അണ്ടർ പാസേജ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 അണ്ടർ പാസേജാണുള്ളത്. ചെങ്ങോട്ടുകാവിൽ ഒരു ഫ്ലൈ ഓവർ, അതേപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊയിൽക്കാവ് എന്ന് പറയും. പൊയിൽക്കാവിൽ ഒരു അണ്ടർ പാസേജ്, ഒരു കുഞ്ഞു അണ്ടർ പാസേജാണ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേമഞ്ചേരിയിൽ അണ്ടർ പാസേജ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാറ്റം. അതിനിടയിൽ ഒരു ചേമഞ്ചേരി ഭാഗത്തൊക്കെ നേരത്തെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഡ്രൈനേജ് നിർമ്മിക്കുന്ന സമയത്ത് വെള്ളം ഒഴുക്കി വിടുന്നത് വയലിലൂടെയാണ്, അത് ആളുകൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊയിൽക്കാവ് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ട് അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇപ്പം കുറച്ചൊക്കെ മണ്ണടിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും വർക്ക് വളരെ മന്ദഗതിയിലാണ് ഈ ഒരു ഭാഗത്ത് പോകുന്നത്. അണ്ടർ പാസേജിൻ്റെ വർക്ക്, അറ്റ്ലീസ്റ്റ് അണ്ടർ പാസേജിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും വർക്കെങ്കിലും പലയിടത്തും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ സർവീസ് റോഡിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെയും നമുക്ക് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ മഴവെള്ളം കാരണം നല്ല രീതിയിൽ വെള്ളത്തിനടിയിലായി പോയ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാടിന് ഇവിടെയൊക്കെ വെള്ളത്തിനടിയിലാവും. മഴക്കാലത്ത് ഭയങ്കര വെള്ളക്കെട്ട് കാരണം റോഡ് ട്രാഫിക് ബ്ലോക്ക് ആവുന്നുള്ള പ്രദേശമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വർക്ക് എടുക്കുമ്പോൾ ഓരോ പ്രദേശത്തെ പറ്റി കൃത്യമായി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ എവിടെയാണ്, ഇടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എവിടെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് പാറ്റേണിലൂടെ അതനുസരിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ദൗർബല്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വർക്ക് എടുക്കുക എന്നത് പല സമയത്തും നമ്മൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും നെഗറ്റീവ് പറയല്ല കാണാൻ സാധിക്കുന്നത്. അതിപ്പം വെങ്ങളം റീച്ചിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ. കൊയിലാണ്ടിയിൽ നമ്മൾ കുന്നിയോറ മല ഇടിഞ്ഞു വീണത്, അതേപോലെ കണ്ണൂക്കര, അതേപോലെ മടപ്പള്ളി ഭാഗത്തൊക്കെ കുന്നൊക്കെ ഇടിഞ്ഞു വീണത്, അതേപോലെ ഇതേപോലെ പ്രദേശങ്ങൾ വെള്ളക്കെട്ട് കാരണം വെള്ളത്തിനടിയിലാവുന്നത്, ഇതൊക്കെ സത്യത്തിൽ പ്രയോറിറ്റി എടുത്തുകൊണ്ട് ഇതൊക്കെ ആദ്യം തീർക്കില്ലേ, അത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ടി അതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് വർക്ക് എടുക്കേണ്ടത് വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അതേപോലെ വർക്ക് വാഗാട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആ വർക്കുകൾ NH അതോറിറ്റി, അതോടൊപ്പം തന്നെ നമ്മൾ പലയിടത്തും NHയിലൊക്കെ ഒരു പക്ഷേ ഉണ്ടാകുന്നത് നമ്മൾ മലയാളികളൊക്കെ ആളുകൾ വളരെ കുറവായിരിക്കും, നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു പക്ഷേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർ പ്രദേശത്തിൻ്റെ പ്രാദേശിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് എടുക്കാൻ വാഗാടിന് ഒരുപക്ഷെ കഴിയുന്നുണ്ടാവില്ല. അതേ സ്ഥാനത്ത് മോണിറ്ററിംഗ് ഏജൻറ്റ് NH എന്ന് പറയുന്ന മോണിറ്ററിംഗ് അതോറിറ്റി ആ നമ്മളെ പ്രദേശത്തുള്ള അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നാൽ ഓരോ വർക്ക് നടക്കുമ്പോൾ ഈ പാറ്റേൺ ഇവിടെ പറ്റില്ല, അല്ലെങ്കിൽ ഇന്നേ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് എന്ന് കൃത്യമായി അതൊരു മോണിറ്ററിങ് ചെയ്യുന്നതോടുകൂടി പല വിഷയങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ പല അവസരത്തിലും അത് നടക്കാത്തതാണ് നമ്മുടെ ദേശീയപാതയിൽ പല അവസരത്തിലും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കുകളും കുന്നിടിച്ചിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളെ പൂക്കാട് അണ്ടർ പാസേജാണ്.
ഇവിടെയൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പഴയ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനുകളൊക്കെ ആ ലൈനുകളൊക്കെ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ നടു സെൻട്രൽ ഭാഗത്തുള്ള ആ ഭാഗത്തൊക്കെ ആയിരുന്നു നേരത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി സർവീസ് റോഡിൻ്റെ ഇരു സൈഡിലേക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും KSEB പലയിടത്തും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ കേബിൾ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൂടുതലായിട്ട് വർക്ക് കാണുന്നത് അടുത്ത റീച്ച് നമ്മളെ KMCയും KNRC റീച്ചോടെ. ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ വാഗാടിൻ്റെ റീച്ച് വെങ്ങള റീച്ചിലുള്ള വീഡിയോ നമ്മൾ താൽക്കാലികമായി ബ്രേക്ക് ഇടുകയാണ്. പല ആളുകളും നമ്മൾ ദേശീയപാതയിൽ ഞങ്ങൾക്ക് വാഗാടിൻ്റെ റീച്ച് കാണണ്ടേ, കോഴിക്കോട് വെങ്ങള റീച്ചിലെ വർക്ക് കാണണ്ടേ, മാറ്റങ്ങൾ വലിയതൊന്നുമില്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കോഴിക്കോടോ കണ്ണൂരോ മലപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം വർക്കിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാനും ആകാശ കാഴ്ചകൾക്കും നല്ല രീതിയിലൊരു സുഗമമായ ഒരു ഇത് കിട്ടും. അപ്പോൾ അത് എന്തായാലും നമ്മൾ താൽക്കാലികമായി ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ പറയുകയാണ്. അടുത്തത് നമ്മളെ കോരപ്പുഴ ഭാഗത്ത് നിന്നിട്ട് തൊണ്ടയാട് ആ ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കണ്ട ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ്. അതായത് പൂക്കാട് ഭാഗത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത. പിന്നെ അണ്ടർ പാസേജിൻ്റെ കുറച്ച് വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കും. എന്നാലും സ്ലോ ആണ് വർക്ക്. നല്ല രീതിയിൽ സ്പീഡായി കഴിഞ്ഞാൽ ഇപ്പോൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ നമ്മളിന്ന് വരുമ്പോൾ നല്ല രീതിയിൽ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട്. കുറേ ഭാഗങ്ങളിലൊക്കെ താർ ചെയ്തിട്ടുണ്ട്, കുറേ മണ്ണൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്നും ട്രാഫിക് ബ്ലോക്കാണ്. നമ്മൾ പൂക്കാട് ഭാഗത്തൊക്കെ എന്നും ട്രാഫിക് ബ്ലോക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവങ്ങൂരാണ്. തിരുവങ്ങൂരും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുണ്ട്. തിരുവങ്ങൂർ വരുന്നത് നമ്മളെ അണ്ടർ പാസേജാണ്, ഫ്ലൈ ഓവറാണ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പം വിശാലമായിട്ടുള്ള ഫ്ലൈ ഓവർ ഈ റീച്ചിനകത്ത് നമുക്ക് ചെങ്ങോട്ടുകാവ് മുതൽ വെങ്ങളം വെച്ച് നോക്കുകയാണെങ്കിൽ ചെങ്ങോട്ടുകാവിലും അതോടൊപ്പം തന്നെ തിരുവങ്ങൂരാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫ്ലൈ ഓവറിൽ. ആ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ തിരുവങ്ങൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത വിശാലമായി കിടക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ തിരുവങ്ങൂർ തൊട്ട് വടകര വരെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വടകര ഭാഗത്ത് കണ്ണൂർ ഭാഗത്തേക്ക് ദേശീയപാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആളുകൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്നു. മറ്റൊന്നല്ല, ഈ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനത്തിന് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ തിരുവങ്ങൂർ ആ ഭാഗങ്ങളിൽ നമ്മളെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള സ്ലാബുകളും ദേശീയപാതയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. പക്ഷേ ആ സ്ലാബുകൾ ഉയർന്നിട്ടും നമ്മൾ സർവീസ് റോഡ് താറ് ചെയ്തത് താഴ്ന്നതുമായതുകൊണ്ട് തന്നെ വലിയ ടോറസ് വാഹനങ്ങൾ പോലെയുള്ള വാഹനങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ ടയർ തട്ടുന്ന, അതേപോലെ തന്നെ പിന്നെ സ്ലാബ് പൊട്ടുന്ന അത്തരം സാഹചര്യമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അധികവും കണ്ടുവരുന്നത് വെച്ചാൽ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള നമ്മൾ സ്ലാബിൻ്റെ മുകളിലൂടെ ടൂ വീലറുകളൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പിറകിലത്തെ ടയറൊക്കെ കയറാതിരിക്കുകയും സ്ലിപ്പാവുകയും വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ സ്ലാബ് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതാനും സമയം കൊണ്ട് നമ്മളെ വാഗാടിൻ്റെ റീച്ച് അവസാനിക്കുന്നതായിരിക്കും. അപ്പം വാഗാടിൻ്റെ റീച്ചും അതോടൊപ്പം തന്നെ KMCയുടെ റീച്ചും തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു പ്രദേശമൊക്കെ വാഗാട് കുറച്ച് സ്പീഡായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെങ്ങളം ദേശീയപാതയിൽ 6 വരി നേരത്തെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒക്കെ നമ്മൾ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത്. ഇവിടെ കുറച്ച് ലൈൻ മാർക്കിംഗ് അതേപോലെ തന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ആ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പഴയ ദേശീയപാതയിലേക്ക് തന്നെ പുതിയ 6 വരി പാതയിലൂടെ തന്നെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഒരു വാഹനം ദേശീയപാതയുടെ സെൻറ്ററിൽ നിർത്തിയിട്ടിരിക്കുക എന്ന സംഭവം. അപ്പോൾ നമ്മൾ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണുള്ള വെങ്ങളം ഫ്ലൈ ഓവർ അല്ലെ കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഭാഗത്ത് പൂർണ്ണമായും താറിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി. ലൈൻ മാർക്കിങ് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് രാത്രി കാലങ്ങളിലൊന്നും ഓൺ ചെയ്ത് ഇതുവരെ ചാലുവാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. അത് ഒരു നല്ല രീതിയിൽ ഈടായ ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഇവിടെ നിന്നാണ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഇവിടെ കണ്ടോ നമ്മൾ ഈ ഫുട്പാത്തിൻ്റെ ഒക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേശീയപാത ഇവിടുന്ന് കാണുമ്പോൾ തന്നെ വളരെ സുന്ദരമായ കാഴ്ചയാണ്. ഇതിനിടയിൽ ഇപ്പോൾ വാഹനങ്ങൾ വലിയ ടാങ്കർ ലോറികൾ, ടോറസ് വാഹനങ്ങൾ, മറ്റു വാഹനങ്ങളൊക്കെ
ഈ അണ്ടർ പാസേജിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പാർക്കിംഗ് സൗകര്യമാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KMCയുടെ മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇതിനടിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലാണ് സത്യത്തിൽ ഇതിലെ പോകുമ്പോൾ ആ ദേശീയപാതയുടെ കാഴ്ചകൾ എന്തായാലും നമുക്ക് ദൃശ്യഭംഗി ആസ്വദിക്കാം. ഇവിടെയൊക്കെ സ്റ്റീൽ ഗേഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകാനുള്ള ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ സത്യത്തിൽ ഒരു സിഗ്നൽ ലൈറ്റ് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് സർവീസ് റോഡിൽ നിന്ന് ആളുകൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ആവശ്യമുണ്ട്. നിലവിൽ സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ നമ്മളെ വെങ്ങളം റീച്ചിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് തീർച്ചയായിട്ടും വേണം. കാരണം വെച്ചാൽ നമ്മൾ രാമനാട്ടുകര ഭാഗത്തുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വരുമ്പോഴും അതോടൊപ്പം തന്നെ വെങ്ങളത്ത് നിന്ന് നമ്മൾ കോഴിക്കോട് ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ ക്രോസ് ചെയ്യാൻ പെട്ടെന്ന് അപകടമൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപാകത ഇനിയിപ്പോൾ നാളെ അത് വരുമോ എന്നറിയില്ല. അപ്പോൾ അത്തരത്തിലാണ് നമ്മളിനി കുറച്ച് കൊരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള കുറച്ച് കാഴ്ചകളൂടി കണ്ടതിന് ശേഷം നമ്മളെ വീഡിയോ ഇവിടെ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ചാനൽ ഫുൾ സ്ക്രീനിൽ പരമാവധി കാണാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. നമ്മൾ ഡ്രോണിലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടാവുക, നല്ല പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ നൽകി അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തത് മറ്റൊരു റീച്ച്.